അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. അപ്സര ബിഗ് ബോസിന് പറ്റിയൊരു കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസിൽ പോയി അവൾക്ക് അങ്ങനെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള സ്വഭാവമല്ല, ജീവിതത്തിലായാലും അവൾ അങ്ങനെയാണ്. ആരോടും അങ്ങനെ അധികം അവളങ്ങനെ ഒന്നും സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ ഒന്നും പോകില്ല. ആ ഗെയിം ഒക്കെ കണ്ടപ്പോ എന്തോന്നിയാ ക്യാപ്റ്റൻസി ടാസ്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കളിച്ചൊരു സംഭവമായിരുന്നല്ലോ. ശരിക്കും പെൺകുട്ടികൾക്ക് ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ചെയ്യാനാണെന്ന് നമുക്ക് സങ്കടം തോന്നുന്നു. ഞാൻ കരഞ്ഞു കേട്ടാ, മക്കളെ ഞാൻ കരഞ്ഞു പോയി. ഞാൻ KPSC-യിൽ ഒരു 7 വർഷം അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്. ന്യായപുത്രൻ, അശ്വമേധം, പാഞ്ചാലി, മൃച്ഛകടികം. മനസ്സിലായില്ലേ അപ്സരക്ക് ഏത് വഴിയാണ്? NCC ചേർന്നിട്ടും അവളെ ക്യാപ്റ്റനായി. പിന്നെ അവാർഡൊക്കെ കിട്ടിയവർക്ക്. ആരെങ്കിലും മരിച്ചു എന്ന് അറിഞ്ഞാൽ പോലും അപ്സര കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഓക്കെ ടേക്ക് പോവാം ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര ആ പഴയ ഇതിലേക്ക് പെട്ടെന്ന് വരും. പച്ചമ്പലത്തിൽ പോയ സമയത്ത് ആരും അമ്മയുടെ അടുത്ത് ചോദിച്ചു അപ്സര ഇങ്ങനെ സംസാരിക്കുന്നു. ഞങ്ങൾ പല ആൾക്കാർക്കും അറിയില്ല. അപ്സര ആവശ്യം നന്നായി സംസാരിക്കും. ആവുന്ന ആളല്ല. ഇപ്പൊ ഈ 2 വർഷം ആയിട്ട് ഞാൻ അപ്സരയും തമ്മിൽ പിരിഞ്ഞു നിന്നിട്ടുള്ള ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം അപ്സര ഇല്ലാതെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുള്ളത് 3 ദിവസം നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് എയർപോർട്ടിൽ വെച്ച് പറയാ നിങ്ങൾ സങ്കടമൊക്കെ അഭിനയിക്കാന്ന് എനിക്കറിയാം, 100 ദിവസം അടിച്ചു പൊളിക്കാല്ലോ. ഹായ് ഹലോ എവ്രിവൺ. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത് നമ്മുടെ എവർ ഫേവറേറ്റ് ഷോ ആയ ബിഗ് ബോസിലെ 2nd വീക്കിലെ ക്യാപ്റ്റന്റെ വീട്ടിലാണ്. യെസ്, നമ്മളോടൊപ്പം അപ്സരയുടെ ഹസ്ബൻഡ് ആൽവിൻ ചേട്ടനും അമ്മയുണ്ട്. ഹലോ. ഹായ്. അപ്പൊ ഇങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സാധാരണ പൊതുവെ നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസുകളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴാണ് അതിങ്ങനെ പീക്കിലേക്ക് എത്തുന്നത്. പക്ഷെ ഈ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം തൊട്ട് തന്നെ ഒരു തിരികൊളുത്തി തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഗെയിമിനെ പറ്റിയിട്ട്? എങ്ങനെയുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിലയിരുത്താനെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവളൊക്കെ ആയിട്ട് തന്നെ പോകുന്നത്. വേറെ നമുക്കതിലൊന്നും തെറ്റ് പറയാനൊന്നുമില്ല. എൻ്റെ മകളായിട്ട് പറയുന്നതല്ല. പിന്നെ അതിൽ കുറച്ച് കുട്ടികളുണ്ട് വേറെ നല്ല ഇതായിട്ട് തന്നെ പോകുന്ന. അവരെ കുറിച്ച് വേറെ ഒന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. നല്ല പക്ഷെ ചില ആൾക്കാര് പോരാന്ന് അമ്മയ്ക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു രാവിലെ. ചില ആൾക്കാർ അതിനകത്ത് എന്നാ പറയാ, എന്നാ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആരൊക്കെയാണ് അമ്മയ്ക്ക് നല്ലതെന്ന് തോന്നിയതും ആരൊക്കെയാണ് അമ്മയ്ക്ക് അത്ര ഏക്കുന്നില്ല എന്ന് തോന്നിയത്? അങ്ങനെ പൊതുവായിട്ട് നമുക്ക് ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അത് എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരെ മനസ്സിൽ അത് ഉണ്ടായിരിക്കും. അതെ, ഉണ്ടായിട്ടുമുണ്ട്. പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കങ്ങനെ പൊളിച്ചു പറയാൻ പറ്റുന്ന ഒരു ഈ ഒരു ഗെയിമിൽ നിൽക്കുന്ന സമയത്ത് പറ്റൂല. ചേട്ടൻ എങ്ങനെയാണ് കളി കാണുന്നത്? ചേട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ കൈരളി TV-യുടെ ഒരു പ്രൊഡ്യൂസറാണ്, അവിടുത്തെ ഒരു റൈറ്ററാണ്, ഒരുപാട് വലിയ വലിയ ഹിറ്റ് ഷോസിന്റെ ഡയറക്ടറാണ്. അപ്പം ഒരു ഷോയുടെ ഡയറക്ടർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലും കൂടെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ്? ആകെ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? സത്യത്തിൽ ഞാൻ ഈ ബിഗ് ബോസ് അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ല. ഒന്നാമത് നമ്മള് രാവിലെ മുതൽ രാത്രി വരെ ഇതുപോലെ ടെലിവിഷന്റെ പുറകിൽ വർക്ക് ചെയ്ത് രാത്രിയും വീട്ടിൽ വരുമ്പോ പിന്നെ TV പൊതുവെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് പറ്റിയൊരു ഗെയിം അല്ലാന്നാണ് നമുക്ക് താല്പര്യപ്പെടുന്ന ഒരു ഇതല്ല. നമ്മള് ന്യൂസ് സിനിമയൊക്കെ കാണുന്ന അങ്ങനെ സ്വഭാവമുള്ള ആളായിരുന്നു. പക്ഷെ അപ്സര വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് കാണാൻ തുടങ്ങിയത് ബിഗ് ബോസ്. എന്ന് വെച്ചാല് ഞാൻ ഏഷ്യാനെറ്റിൽ കുറെ വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ്, എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഏഷ്യാനെറ്റിലെ ക്രൂവിനൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ പല ആൾക്കാരും ഞാൻ തുറന്നു പറയുന്നുണ്ടെങ്കിൽ പല ആൾക്കാരും വിചാരം ഈ ഷോ ഇതെന്താണ് വെറും കുട്ടികളിയാണ്, സ്ക്രിപ്റ്റഡ്, അങ്ങനെയൊക്കെ പല ഡൗട്ടും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഞാനിത് കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ഇതൊരു പക്ക ഒരു മൈൻഡ് ഗെയിമാണ്. ഇവിടെ മലയാളത്തിലെ ഏഷ്യാനെറ്റാണ് ഇത്രയും വലിയ ഒരു ഷോ. ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്ര എക്സ്പെൻസീവ് ആണ്. ഞാൻ ഇതിന്റെ പിന്നണിയിലുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അത്രയും നമ്മൾ തന്നെ ഇപ്പോൾ 10-15 അല്ലെങ്കിൽ 10-15 ആർട്ടിസ്റ്റുകൾ വെച്ച് ഷോ ചെയ്തിട്ടുള്ളതാണ് പലതും. അവർ രാവിലെ വന്ന് രാത്രി തിരിച്ചു പോകും. നമുക്ക് അത്രയും സമയം അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഇത് 100 ദിവസം 18 പേരുണ്ടെങ്കിൽ 36 സ്വഭാവമുള്ള ആൾക്കാരാണ്. സത്യത്തില് പുറത്ത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി. ഇപ്പൊ 24/7 ഒക്കെ കാണുന്ന ഏഷ്യാനെറ്റിൽ എനിക്ക് തോന്നുന്നു 12-15 ആൾക്കാർ ലൈവ് കാണുന്നുണ്ട്. അത്ര 15,000 മലയാളികൾ പകലില്ലാതെ. എന്റെ വീട്ടിലൊക്കെ രാവിലെ എണീറ്റ ഉടനെ അമ്മ വന്നിട്ട് ഈ പല്ല് തേക്കുന്നതിന്റെ ഒപ്പം അമ്മ ലൈവ് ഇടുകയാണ്. പിന്നെ അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്, അമ്മ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ലൈവ് നമ്മൾ കണ്ടു തുടങ്ങിയാലുണ്ടല്ലോ അതൊരു എണീറ്റ് പോവാനേ പറ്റൂല. അതൊരു രസകരമായ ഒരു കാര്യവും
നമുക്കൊരു ഹരം തന്നെയാണ്. സത്യത്തിൽ നമ്മളാണ് ഇതിന്റെ ഉള്ളിൽ പെട്ടുപോവുക. അവൻ ശരിയല്ല, അത് പോയിന്റ് ആണ്. കാര്യം എന്താ, ആദ്യത്തെ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്റെ അമ്മ ഒരു ദിവസം എന്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറയുന്നു നീ ഫേക്ക് ആണെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലാവും ബിഗ് ബോസിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത്. ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാര്. ഇപ്പം പണ്ട് സ്കിറ്റുള്ള ഷോകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ടെലിവിഷനുമായി ഒരു ബന്ധമില്ലാത്ത ആൾക്കാരും ഇന്നലത്തെ മറ്റേ സ്കിറ്റ് കണ്ടിരുന്നു. പക്ഷെ അതിന്റെ ടേക്ക് ഓഫ് ശരിയായില്ല, ക്ലൈമാക്സ് പൊളിഞ്ഞു പോയി, പഞ്ച് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും അവര്. ടെക്നിക്കൽ ടൈംസ് അതങ്ങനെ ഉപയോഗിച്ച് വരും. ഈ ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാ കണ്ടസ്റ്റൻസും പൊതുവെ ഇതവിടെ കുറച്ചുകൂടെ കണ്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് പോയതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നമുക്ക് അവർക്കൊരു കളിയുടെ ഒരു ഗ്രാഹ്യം കിട്ടിയിട്ടാണ് പോയത് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ പൊതുവെ നമ്മളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബിഗ് ബോസുകളിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ പതുക്കെയാണ്. ആദ്യമൊക്കെ എല്ലാവരും വളരെ സ്വീറ്റായി സ്നേഹത്തോടെ കുടുംബമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെയാണ് അവിടെ വിഘടിച്ച് ആളുകൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം തന്നെ ഈ ബിഗ് ബോസിൽ അടി തുടങ്ങി ഇല്ലേ? അപ്പൊ ആളുകൾ അടി ഉണ്ടാക്കുന്നതാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ കണ്ടസ്റ്റൻസിന് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ സീസണിലൊക്കെ എനിക്കിപ്പോഴും കഴിഞ്ഞ സീസണാന്ന് തോന്നുന്നു. എൻ്റെ ഇതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞു, 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ മോഹൻ ലാലേട്ടൻ വന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത്, നിങ്ങൾ ഇവിടെ വന്നത് ഉണ്ടു ഉറങ്ങി കഴിയാനാണോ, പരസ്പരം ട്രിപ്പ് വന്നതാണോ, നിങ്ങൾ സൗഹൃദം ഉണ്ടാക്കാൻ വന്നതാണോ? അല്ല, ഇതൊരു ഷോയാണ്, ഇവിടെ നിങ്ങൾ പരസ്പരം മത്സരിക്കണം എന്ന് അങ്ങോട്ട് പറയേണ്ടി വന്നു. പക്ഷെ ഇപ്രാവശ്യം നേരെ തിരിച്ചാണ്. ആദ്യത്തെ 2 ദിവസം തന്നെ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന് തന്നെ പറയേണ്ടി വന്ന് ഇനിയെങ്കിലും ഒന്ന് ഒച്ച അടക്കി വെക്കി, അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ച് പുറത്താക്കേണ്ടി വരുമെന്നൊക്കെ രതീഷ് എന്നൊക്കെ പറഞ്ഞ അവരുടെ അടുത്തൊക്കെ, രതീഷ് സിജോന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ പോലെ പറഞ്ഞു. കാരണം കണ്ണും ചൂടും കേൾക്കല്ല എന്ന് പറയും തൃശ്ശൂർ ഭാഷകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. പക്ഷെ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തന്നെ ഷോ ടേക്ക് ഓഫ് ആയെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ എങ്ങനെയുണ്ട് നമ്മുടെ അപ്സരയുടെ ഗെയിം? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് 2ാമത്തെ ആഴ്ചയായി ക്യാപ്റ്റനായി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് സോഫാർ ഗെയിം? എങ്ങനെയുണ്ട്? പൊതുവെ അവള് ജീവിതത്തിലായാലും അതാണ്. ബിഗ് ബോസിൽ പോയി അവൾക്ക് അങ്ങനെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള സ്വഭാവമല്ല, ജീവിതത്തിലായാലും അവൾ അങ്ങനെയാണ്. ആരോടും അങ്ങനെ അധികം അവളങ്ങനെ ഒന്നും സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാനൊന്നും പോകില്ല. ക്ഷമയുടെ നെല്ലിപ്പല കാണുന്ന ഒരു കുട്ടിയാണ്. ക്ഷമ നശിച്ചു പോയി കഴിഞ്ഞാൽ അവൾ പ്രതികരിക്കും. അത് ഇപ്പോഴും അതെ, ഈ ബിഗ് ബോസിൽ പോയപ്പോഴും അതെ, ജീവിതത്തിലായാലും അങ്ങനെയാണ്. അവള് പെട്ടെന്നൊന്നും പ്രതികരിക്കേ, അങ്ങനെ ആവശ്യമില്ലാതെ ഒരാളുടെ വഴക്കിടാനോ അത് കണ്ടാൽ ഒരുപാട് അവള് ക്ഷമിക്കും. ക്ഷമ നശിച്ചു പോയാൽ പിന്നെ അവൾ പറയാനുള്ളത് ആരെ മുഖത്ത് നോക്കിയാലും പറയും. ഈ പറഞ്ഞ എൻ്റെ അമ്മയായ എൻ്റെ കൂടെ ആയാലും അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിൽ അമ്മ അത് ചെയ്തത് ശരിയല്ലെന്ന് തന്നെ പറയും. അതവിടെ മാറ്റി വെച്ചിട്ട് അയ്യോ എനിക്ക് അവൾക്ക് അവിടെ ഒരു പ്രീതി, അതിപ്പോൾ എനിക്ക് ബിഗ് ബോസ് കണ്ടപ്പോഴും അങ്ങനെയാണ്. അവൾ പ്രീതിക്ക് വേണ്ടി ഇത് തന്നെയാണ് അവളെ ജീവിതത്തിലെ സ്വഭാവം. എല്ലാവരെയും സഹായിക്കുക, മറ്റുള്ളവരുടെ ദുഃഖം അവൾക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. അല്ല എൻ്റെ കാര്യം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമേ അവൾക്കില്ല. അവളെ ജീവിതം, അവള് പൊതുവേ ഒരു പാവം കുട്ടിയാണ്. അവള് പറഞ്ഞ പോലെ പൊതുവെ അവളെ മനസ്സ് വഴിട്ട് അവള് പാവം ഒരു കൊച്ചാണ്. എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഭാഗ്യവതിയാണ് അവള്. കാരണം ഞാൻ ഒരു കലാകാരിയാണ്. ഞാൻ KPCയിൽ ഒരു 7 വർഷം അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ കാരണം വെച്ചാൽ ഈ കാലങ്ങളില്, അതായത് KPSC എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അതിൽ കേരളം മലയാളികൾ, ലോകമെമ്പാടുള്ള മലയാളികൾ എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന കുറെ നാടകങ്ങളുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, കൈയും തലയും പുറത്തിടരുത്, മുടിയനായ പുത്രൻ, അശ്വമേധം, പാഞ്ചാലി, മൃച്ഛകടികം, അങ്ങനെ ഒരുപാട് സിനിമകളായി തന്നെ പിന്നീട് മാറുകയും ചെയ്തു അല്ലേ? പിന്നെ സായി അണ്ണൻ, പിന്നെ ഇപ്പൊ ഇതില് സീരിയലൊക്കെ അഭിനയിക്കണ സജി അണ്ണൻ, പിന്നെ അതൊന്ന് മക്കളൊന്നും ഒന്നൊന്നും ജനിച്ചിട്ടുണ്ടാവോ പോലും എനിക്ക് അറിഞ്ഞൂടാ. ഹാൻ മാഷ്, കൃഷ്ണുള്ള സാറ്, ഇങ്ങനെ നമ്മളൊക്കെ അവർക്ക് സീനിയാരിറ്റിയാണ്. അന്നൊക്കെ അവരൊക്കെ സീനിയാരിറ്റിയാണ്. ഞാൻ സായികുമാറണ്ണന്റെ ഭാര്യയ്ക്ക് പകരമാണ് ഞാൻ അവിടെ KPC പോകുന്നത്. ഞാൻ എപ്പോഴോ ഏതോ പകുതി വഴിക്ക് വെച്ച് എന്റെ കലാജീവിതം നഷ്ടപ്പെട്ടു പോകും. എന്റെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ ആയി. പിന്നെ ഇതിലോട്ട് തുടർന്ന് പോവാൻ എനിക്കും ആഗ്രഹമില്ലായിരുന്നു. നമുക്ക് അതിനുള്ള സമയം ഇല്ലാതായി, നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് എൻ്റെ മനസ്സിലെ ആ കലാപതോടെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എൻ്റെ മകള്, ദൈവം എന്നെ വെറുതെ വിട്ടില്ല. എൻ്റെ മകളിലൂടെ എൻ്റെ ഭാഗ്യനിധി, കാരണം പുനർജന്മം എന്ന് തന്നെ പറയാം. അവള് ഞാൻ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് അവൾ പൊയ്ക്കൊണ്ടിരിക്കാൻ അവൾക്ക് എന്നും
ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് അതാണല്ലോ ഇടയ്ക്ക് അതിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ എനിക്ക് ആർമി ഓഫീസർ ആവണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഞാൻ കലാകാരിയായി മാറി. അതേപോലെ തന്നെ അവള് സ്കൂളിൽ പഠിക്കുമ്പോഴേ അതാണ്, സ്കൂളിൽ പഠിക്കുമ്പോഴേ അവൾ എന്തിനു പോയാലും അവൾക്ക് ഫസ്റ്റ്, ഓൺ ആക്ടിനായാലും മിമിക്സിനായാലും അല്ലാതെ എന്തിനു പോയാലും അവളാ സ്കൂളിൽ പഠിക്കുമ്പോഴും അവളെ ടീച്ചർമാർക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അപ്സരയുടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു കാര്യത്തിന് പറയണ്ട, ടീച്ചർമാർ തന്നെ അവളെ കൊണ്ടുപോയിക്കോളും പഠിപ്പിച്ചോളും, അവളെ എല്ലാം ടീച്ചർമാരായിരുന്നു, അവളെ എല്ലാം. കാരണം അന്നും അവൾ ഇവിടെ പോയാലും അവള് ഫസ്റ്റ് വാങ്ങിച്ചിട്ടേ അവൾ തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് ടീച്ചർമാർക്കൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ NCCക്ക് ചേർന്നിട്ടും അവളെ ക്യാപ്റ്റനായി, പിന്നെ അവാർഡൊക്കെ കിട്ടി അവൾക്ക്. അങ്ങനെ അപ്സരനെ പല ആൾക്കാർക്കും അറിയില്ല, NCCയിലൊക്കെ പോയി പക്ഷെ അതൊന്നും നാഷണൽ ലെവലിലൊക്കെ പോയി പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ് അപ്സര. പല ആൾക്കാർക്കും അറിയാം. ഇപ്പൊ നേരത്തെ ചോദിച്ചത് അപ്സര 2-3 ദിവസം അധികം ആക്റ്റീവ് ആയിരുന്നില്ല എന്ന് എനിക്കും തോന്നി. കാരണം അപ്സര ഡയറിയിൽ എന്തോ എഴുതി, ഞാൻ ഡയറിയിൽ ഓരോ ദിവസം നോട്ട് ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്സരയുടെ. അപ്സര വെള്ളം കുപ്പിയും പിടിച്ച് ഇങ്ങനെ നോക്കിക്കുന്നു. അത് പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അപ്സര അതായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ സമയം എടുത്താണ്. എല്ലാവരും വേറെ വേറെ വരില്ലേ. പക്ഷെ നമ്മുടെ ലൊക്കേഷനിലൊക്കെ ഇപ്പൊ അപ്സരനെ വെച്ച് ഞാൻ കുറെ ഒരു 5-6 ഷോ സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്സര ചെയ്ത സീരിയലിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എനിക്ക് കിട്ടിയ അപ്സരയും കിട്ടിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ വിവാഹം കഴിച്ചത്. അപ്പൊ ആ ലൊക്കേഷനിൽ അവിടെ 40 പേരുണ്ടെങ്കിൽ 40 പേരെടുത്തും കളിച്ച് ചിരിച്ച് നടക്കുന്ന വളരെ പ്ലസന്റ് ആയ ഒരാളാണ് അപ്സര. ഒരു നിമിഷം പോലും സംസാരിക്കാതിരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു 10 കൊല്ലത്തുള്ളിൽ കണ്ടിട്ടുണ്ട് അത്ര. പക്ഷെ അത് ആദ്യ ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അത് ഒന്ന് സെറ്റായി വരാൻ, പിന്നെന്ന് വെച്ചാൽ അവിടെ ചെന്നിറങ്ങിയപ്പോ തന്നെ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ അവിടെ അടിയും വഴക്ക് നടക്കുന്നിടത്ത് നിൽക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു അതായിരിക്കും. അത്രേ ഉള്ളൂ. എനിക്ക് അപ്സരയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചില ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്ലസന്റ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു കോള് വരും, എന്തെങ്കിലും ഒരു ഇഷ്യൂയോ പ്രശ്നമോ കേട്ട് കഴിഞ്ഞാൽ ഇവര് ഡെസ്പ് ആവും. പിന്നെ റീടേക്ക് ഒക്കെ പോകേണ്ടി വരും. പക്ഷെ അപ്സര ആരെങ്കിലും മരിച്ചു എന്ന് അറിഞ്ഞാൽ പോലും അപ്സര കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഓക്കെ ടേക്ക് പോവാം ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര ആ പഴയ ഇതിലേക്ക് പെട്ടെന്ന് വരും. പല ഞാൻ മാത്രമല്ല പല ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്സരയ്ക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ സമയത്ത് ആ ഷോട്ട് എടുക്കുന്ന സമയത്തുള്ള വർക്ക് ടൈമിൽ എന്തുണ്ടായിക്കോട്ടെ, അത് പനി ആയിക്കോട്ടെ എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, പക്ഷെ ആ സമയത്ത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അവിടെ അപ്സര ചെയ്യുമ്പോ പല ആൾക്കാർ ഇന്ന് പച്ചമ്പലത്തിൽ പോയ സമയത്ത് ആരും അമ്മയുടെ അടുത്ത് ചോദിച്ചു അപ്സര ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു പല ആൾക്കാർക്കും അറിയില്ല. അപ്സര ആവശ്യം നന്നായി സംസാരിക്കും. അപ്സര ഒരിക്കലും ഡെസ്പ് ആവുന്ന ആളല്ല. ചില സമയത്ത് ഇമോഷണലൊക്കെ ആവും. പക്ഷെ ആ ഗെയിം ഒക്കെ കണ്ടപ്പോ എന്തോന്നിയാ ക്യാപ്റ്റൻസി ടാസ്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കളിച്ചൊരു സംഭവമായിരുന്നല്ലോ. അത് ശരിക്കും പെൺകുട്ടികൾക്ക് ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ചെയ്യണാകുമ്പോ നമുക്ക് സങ്കടം തോന്നും. ഞാൻ കരഞ്ഞു കേട്ടാ, ഞാൻ കരഞ്ഞു പോയി. സംസാരിച്ച കാര്യമാണ്. എന്റെ മക്കള് അതങ്ങ് കാണിച്ചിട്ട് അങ്ങ് തളർന്ന അവശതയായി കിടന്നപ്പോഴേ, എന്നിട്ടും എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാല് എന്റെ മനസ്സുകൊണ്ട് ഞാൻ അവളെ അംഗീകരിക്കായിരുന്നു. കാരണം അവളെ കഴിവെടുക്ക് അവള് കൈവിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ അപ്സരയോട് പോകുമ്പോഴേ പറഞ്ഞിരുന്ന നമ്മള് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്സരക്ക്. അപ്പൊ ഞാനവിടെ എങ്ങനെ ചെയ്യണം എന്നാണ് ആലോചിക്കണെന്നൊക്കെ ഇങ്ങനെ പറയാം. ഞാൻ പറയാം എങ്ങനെയെങ്കിലും ചെയ്യും, ഒന്നും പറഞ്ഞു തരല്ലേ സാറിന് എന്നൊക്കെ പറഞ്ഞു പറയാം. ഞാൻ പറയും ഈ ഒരു ഗെയിമിന്റെ എന്റെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും തുടക്കത്തിൽ തന്നെ നമ്മള് ലീഡർ ആവണം. ഇതിനെ കൂടെ പറ്റണെങ്കിൽ മാക്സിമം ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു അപ്സരയുടെ അടുത്ത് ഫസ്റ്റ് ആഴ്ച തന്നെ പറ്റുകയാണെങ്കിൽ ലീഡർ ആവണം എന്ന് പറഞ്ഞില്ല. ക്യാപ്റ്റൻ ആവണം, സോറി ലീഡർ ക്യാപ്റ്റൻ ആവണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ്. അപ്പൊ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വരണം. അല്ലാതെ പൊതുവെ ഈ ബിഗ് ബോസിലുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ആൺകുട്ടികൾ തഗ് പറയുമ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഭയങ്കര കാര്യം ആൾക്കാരൊക്കെ കൈയടിക്കുക. ഒരു പെൺകുട്ടി ഒന്ന് തിരിഞ്ഞു നിന്നൊരു മറുപടി പറഞ്ഞാൽ ഈ ഇവളെന്തെന്ന് അങ്ങനെ പറയുന്നത് പറയല്ലോ. ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട, നിനക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ പെർഫോം ചെയ്യുക. പറഞ്ഞൊന്നും പോയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഷോ അല്ലല്ലോ. ഡയലോഗ് ഒന്നും എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. സാധാരണ നമ്മൾ വേറെ എവിടെയെങ്കിലും ഡയലോഗ് എഴുതി കൊടുക്കുക. ഇന്നതുപോലെ പറയണം പ്രസംഗിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞോളൂ. ഞാനവിടെ ഒന്നും പറയാനില്ല, എനിക്ക് എന്താണ് ചെയ്യാൻ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആണെന്ന്. പക്ഷെ അതിന്റെ പ്രമോ വന്ന സമയത്ത് ഞാനിപ്പോ ഇത് കുത്തിരുന്ന് കാണണ്ടിട്ടാ, കാണണ്ടെന്ന് ആൾക്കാർക്ക് തോന്നും. അപ്പം നമ്മുടെ ഭാര്യകളോട് കാണണ്ടേ. അപ്പം ഞാനിത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, പ്രമോ കണ്ടപ്പോ എനിക്ക് തോന്നി ജയിച്ചിട്ടുണ്ടാവില്ല. മറ്റേ ആ റോക്കി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഭയങ്കര ഒരു വാഗ്വാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് കണ്ടപ്പോ സത്യം പറഞ്ഞ് രോമാഞ്ചം വന്നുപോയി. നമ്മളെ മാത്രമല്ല നമ്മുടെ ബന്ധുക്കൾ വീട്ടുകാർക്കും ഇവിടെയൊക്കെ അപ്സരയുടെ ചേച്ചിക്കും ഒക്കെ എന്താണ് എന്റെ ചേട്ടൻ പറഞ്ഞത് അർജന്റീന ഷാജിൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ. അപ്പൊ ആള് പറഞ്ഞത് അർജന്റീന വേൾഡ് കപ്പ് എടുത്തപ്പോ സന്തോഷമായിരുന്നു.
നമ്മുടെ ഒരാള് ജയിക്കുകയാണെന്നുള്ളതുണ്ടല്ലോ. ആ പക്ഷെ അത് ഒരു ഇച്ചിരി ഹെവി ടാസ്ക് ആണ് പെൺകുട്ടികൾക്ക്. പക്ഷെ ജയിച്ചല്ലോ, അപ്പൊ ക്യാപ്റ്റൻ ആയല്ലോ, അപ്പൊ പിന്നെ നമുക്ക് സന്തോഷമായി. ഇനിയിപ്പോ ട്രാക്കിലായല്ലോ. ആ ഒരു ടാസ്കിന്റെ സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പുൾ ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള പെണ്ണല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള, പക്ഷെ അതിനെല്ലാം എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്ന ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെന്റുകൾക്ക് അപ്പുറമാണ് ഞാൻ പോലെ അന്ന് ഇങ്ങനെ ചോദിക്കണ മോഹൻലാൽ ഒന്ന് ചോദിച്ചിട്ട് ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് എന്നിട്ട് ആ രതീഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ഇത് ഇന്ന ആള് എന്നുവെച്ചാൽ ഇവരെ കുറിച്ചൊന്നും അല്ല, ജയിക്കുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. അപ്പൊ നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി ആരെയും പ്രവചിക്കാൻ പറ്റൂല. നമ്മൾ ആര് എന്ന് ആർക്കും ആരെ കുറിച്ച് പറയാൻ പറ്റൂല എന്ന് പോലും ആരും പറഞ്ഞില്ല. പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്നും വന്നില്ല, ആണുങ്ങളുടെ ഭാഗത്തുനിന്നും വന്നില്ല. അപ്പോൾ അവിടെയും പുരുഷന്മാർക്കായിരുന്നു മുൻതൂക്കം. എന്നിട്ട് ഈ 2 പെൺകുട്ടികളെ കുറിച്ച് ആരും പറഞ്ഞില്ല. അപ്പൊ അതിലും അവക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ അതായിരുന്നു അന്ന്. നമ്മളെ കുറിച്ച് ആരും എന്നുവെച്ചാൽ ഇവള് ഇത്രയൊക്കെ ആയിട്ട് ഇപ്പൊ തന്നെ ഇവക്ക് ഒരു ഈ സീരിയലിൽ തന്നെ 8 അവാർഡ് കിട്ടിയല്ലേ. 8 അവാർഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ഓരോന്നിലും. പിന്നെ എന്നിട്ടും അവളങ്ങനെ അയ്യോ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ആരുടെ അങ്ങനെ കാണിക്കുകയോ ആ ഒരു അഹങ്കാരോ സത്യം അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു കുട്ടിയല്ല അവള്. ഇന്ന് ഈ ബസ്സിൽ പോയിട്ട് തന്നെ അവള് കഴിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ കഴിപ്പിക്കുക, അല്ലെങ്കിൽ ആ മറ്റുള്ളവർ ദുഃഖിച്ച് കരഞ്ഞിരിക്കുമ്പോൾ അവൾക്ക് എത്ര സങ്കടം ഉണ്ടായാലും അതെല്ലാം മാറ്റി വെച്ച് അവരെ തലോടുക, അവരെ സാന്ത്വനിപ്പിക്കുക, ഇതൊക്കെയാണ് അവിടെ ജീവിതത്തിലും അത് തന്നെ അവളെ സ്വഭാവം. അല്ല ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവളെ സ്വഭാവം ഇതല്ല, ജീവിതത്തിലും ഇത് തന്നെയാണ്. താക്കോല് കളഞ്ഞു പോയൊരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മ പറയണ്ടായിരുന്നെങ്കിലും ഭയങ്കര പാവമായിട്ട് ആ താക്കോല് ബിഗ് ബോസ് അല്ലെങ്കിൽ അങ്ങനെ കെഞ്ചുന്ന രീതിയിൽ ഭയങ്കര പാവമായി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ അമ്മമാർക്കും വീട്ടിലിരുന്ന് ഇങ്ങനെ ഭയങ്കര പാവം തോന്നുന്നുണ്ടായിരുന്നു, അയ്യോ പാവ കൊച്ചിന് കൊടുക്ക് എന്നുള്ള ഫീലിംഗ് തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും അങ്ങനെ ആണോ ആള് വീട്ടിലും ഇതുപോലെ? അതാണ് ഞാൻ പറഞ്ഞത്, അവള് ബിഗ് ബോസിൽ പോയി അതിന് ഗെയിമിന് വേണ്ടി മാത്രമുള്ള സ്വഭാവം അല്ല ഇത്. അവള് വീട്ടിലും ഇതേ സ്വഭാവമാണ്. അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞില്ലേ, അവള് വീട്ടിലും ഇതുപോലെ നമ്മൾ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളൊരു സ്വഭാവ രീതിയാണ് അവൾക്ക്. അപ്പൊ അവള് സാധാരണ ഈ അവളെ സംബന്ധിച്ച് വേറൊരാളാണെങ്കിൽ പറയുമ്പോ എന്റെ മകളായിട്ട് പറയല്ല, വേറൊരാള് അല്ല 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 അവര് വിചാരിക്കയോ അവരെ മകളെ കുറിച്ച് അങ്ങനെ ഒരുപാട് അല്ല സാധാരണ ആൾക്കാർ പറയും ഓ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സാധനം അല്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനു ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ പുറകെ നടക്കണം, അവര് വേണമെങ്കിൽ ചോദിക്കുക വാങ്ങുക എന്താ ചെയ്യേണ്ടത്. പക്ഷെ അവൾ അതല്ല ചെയ്ത. നമ്മൾ ഈ 19 പേരും ഇപ്പൊ ഒരാൾ മാറിയല്ലോ, 18 പേരും ഒരേ വ്യക്തിയാണ്. അവർക്ക് അങ്ങനെ നഷ്ടം വന്നു, കാരണം അവർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. അതുകൊണ്ടാണ് അവൾ അവിടെ ചെന്ന് അത്രയും താഴ്മയായിട്ട് നമ്മളേനെ അങ്ങ് സങ്കടം വരെ അവള് ചെന്ന് ചോദിച്ച് അങ്ങനെ. പറയുന്നത് ഭയങ്കരമായിട്ട് ഈ അമ്മമാർക്കൊക്കെ ഭയങ്കര വിഷമം തോന്നുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു സ്വീറ്റ്നെസ് തോന്നുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ശരിക്കും അങ്ങനെ ആയിരുന്നില്ലല്ലോ അപ്സരയെ കുറിച്ച്. അപ്സര ഏഷ്യാനെറ്റിലെ സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയലിൽ വില്ലത്തി കഥാപാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ജയന്തി എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഈ സാന്ത്വനം കുടുംബത്തിൽ പോയി ആ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്ന കഥാപാത്രമാണ് 2-3.5 വർഷത്തോളം അല്ലേ ചെയ്ത്, 1000 എപ്പിസോഡ് ചെയ്ത്. അപ്പൊ അപ്സര എപ്പോ വരുന്നോ അപ്പൊ ആൾക്കാർക്ക് ഇറിറ്റേഷനാണ്. അപ്പൊ ഇത് കഥാപാത്രമല്ല, ഈ അപ്സരയുടെ സ്വഭാവം എങ്ങനെയാന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങള് ഒരു അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് തൊഴുതിറങ്ങിയ ആൾക്കാർ വരികയാണ്, മൂകാംബിക എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഒരു വയസ്സായൊരു സ്ത്രീ വന്നിട്ട്, ഒരു അമ്മച്ചി വന്നിട്ട് പറയാണ്, നിന്റെ മുഖം പിടിച്ച് ടാറിട്ട് റോട്ടിൽ ഒരയ്ക്കണം എന്നൊക്കെ പറയും. എൻ്റെ അമ്മയുടെ അടുത്ത്, തൃശ്ശൂർ എൻ്റെ അമ്മയുടെ അടുത്ത്. ഇപ്പം തിരുവനന്തപുരത്ത് പൊതുവെ സീരിയൽ ആർട്ടിസ്റ്റുകളെ ഇഷ്ടം പോലെ കാണാം, ഏത് വളവിൽ നിന്നാലും ഏതെങ്കിലും ഒരു സീരിയൽ ആർട്ടിസ്റ്റിനെ കാണാം. പക്ഷെ തൃശ്ശൂർ ഇവരൊക്കെ ഭയങ്കര അത്ഭുതമാണ്, ഇവരെന്താണെന്ന് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയി ലുലുവിൽ പോയാൽ 10 സീരിയൽ നടന്മാരെ കാണാം, പക്ഷെ അവിടെ അങ്ങനെയല്ലല്ലോ. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഇപ്പോഴും ആൾക്കാർ ചോദിക്കും, ശരിക്കും ജയന്തിയുടെ പോലെയാണോ അപ്സരയുടെ സ്വഭാവം എന്ന് എത്രയോ ആൾക്കാർ ചോദിക്കാറുണ്ട്. ശരിക്കും അതല്ല അപ്സരയുടെ സ്വഭാവം. ശരിക്കും അപ്സരയുടെ സ്വഭാവം അമ്മ പറഞ്ഞ പോലെ അപ്സര ഭയങ്കര പ്ലസന്റ് ആണ്. ഭയങ്കര അപ്സര നേരിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അപ്സര ഒരിക്കലും ജയന്തിയെ പോലത്തെ ഒരാളേ അല്ല. കളിച്ച് ചിരിച്ച്, ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴും നിനക്ക് 14 വയസ്സായിട്ടുള്ളൂ, അത് എപ്പോഴും അങ്ങനെയാണ്. അപ്സരനെ കണ്ട കാലം തൊട്ട് അങ്ങനെയാണ്. 10 കൊല്ലമായിട്ട് ഞാൻ കാണുമ്പോൾ അന്നത്തെ അത് ആ ഒരു കുട്ടിത്തുള്ള മനസ്സാണ്. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രണയ വിവാഹമാണ് ആൽബിൻ അപ്സര. അപ്പം ഈ ഒരു പ്രണയ വിവാഹം അല്ലെങ്കിൽ ഈ ഒരു ലവ് സ്റ്റോറി, അതിന്റെ പിന്നിലുള്ള ബാക്കി കഥകളൊക്കെ ഒന്ന് പറയാമോ നമ്മളുമായിട്ട്? അല്ല, അതൊക്കെ നമ്മൾ കുറെ പറഞ്ഞിട്ടുള്ള കഥയാണ്. ഒന്നുമില്ല, ഞാൻ അപ്സരയും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ.
അപ്സരനെ എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. കൈരളിയിൽ തന്നെ എന്താണ് ആർപ്പ് ഹീറോ അല്ലേ, അത്ര ഒരു ഷോയിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് അപ്സരനെ കണ്ടിട്ടുള്ളത്. പക്ഷെ അന്ന് പ്രണയമൊന്നുമില്ല, അന്ന് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. അന്ന് എറണാകുളം ഷൂട്ട് വന്നപ്പോഴാണ് അപ്സരനെ കണ്ടത്. പിന്നെ അപ്സര ഞാൻ ചെയ്തിട്ടുള്ള കുറേ വർക്കുകൾ വന്നിട്ടുണ്ട്. അവസാനം ഉള്ളത് പറഞ്ഞാലെന്ന് പറഞ്ഞിട്ട് കൈരളിക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്തിരുന്നു. അതിൽ അപ്സരയായിരുന്നു നായിക, ഞാനായിരുന്നു അതിൻ്റെ റൈറ്ററും ഡയറക്ടറും. അങ്ങനെ ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ അപ്പം പിന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇഷ്ടം തോന്നി. അങ്ങനെ രണ്ട് വീട്ടുകാരെയും കൂടി സമ്മതത്തോടെ വിവാഹം കഴിച്ച് അതൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ പ്രണയ വിവാഹമായിരുന്നു. ഇപ്പം ഇവിടെ ഇപ്പൊ വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാടധികം ഫോട്ടോസ് കാണുന്നുണ്ട്. ഇപ്പം ചേട്ടൻ്റെയും അപ്സരയുടെയും കൂടെ ഒത്തിരി ഫോട്ടോസ് കാണുന്നുണ്ട്. ആൻഡ് മാത്രമല്ല അപ്സരനെ പറ്റി ചേട്ടൻ ഓരോ തവണ ഓരോന്ന് പറയുമ്പോഴും ഈ ഭയങ്കരമായിട്ടുള്ള ഒരു വാത്സല്യം, അതുപോലെ കണ്ണിലൊരു തിളക്കമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഈ 2 വർഷം ആയിട്ട് ഞാൻ അപ്സരയും തമ്മിൽ പിരിഞ്ഞു നിന്നിട്ടുള്ള ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം അപ്സര ഇല്ലാതെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ തിളക്കൊക്കെ കുറഞ്ഞു പോയതായിരുന്നു. ഇപ്പൊ 15 ദിവസം കാണാണ്ടായപ്പോ വീണ്ടും അപ്സര എന്നൊരു തിളക്കം കൂടി. ഈ ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ച് ഭർത്താക്കന്മാര് വരുമ്പോ ഒരു ഭാര്യയും ഭർത്താവിന്റെ സന്തോഷമില്ലേ. സംഭവം ഒരു 10-20 ദിവസമായിണ്ടാവും അപ്സര പോയിട്ട്. കാണാൻ കൂടെ കൂടെ വരെയും ചെയ്യാം. അതായത് ഇവിടുന്ന് ചെന്നൈ എയർപോർട്ട് വരെ ഞാൻ ഒരുമിച്ച് പോയി. ചെന്നൈ എയർപോർട്ടിൽ അവിടുന്ന് ഏഷ്യാന്റെ കാറ് വന്നു, അവൾ അതിൽ കയറിപ്പോയി. അപ്പൊ കണ്ണു നിറഞ്ഞ. അപ്പൊ നമുക്ക് എന്താ വെച്ചാലേ, ഇപ്പൊ ഏതൊരു സിനിമയിൽ ജയറാം പറയുന്ന ഡയലോഗുണ്ട് മനസ്സിനക്കരയില്, ഇന്നസെന്റ് മരിച്ച് കഴിയുമ്പോൾ കൂടുതലുള്ളവരെ കാണാൻ നമുക്ക് ദൈവം കണ്ണ് തരില്ല. അവര് നമ്മുടെ അടുത്തുനിന്ന് മാറി കഴിയുമ്പോഴാണ് അവര് നമുക്ക് ആരായിരുന്നു എന്തായിരുന്നു മനസ്സിലാവുക. ഇപ്പൊ ഞാനിവിടെ രാവിലെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്റെ പേഴ്സ് എവിടെ, അയ്യോ ഞാൻ തന്നെ പോയി നോക്കി എടുക്കണല്ലോ. മറ്റേ അതെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണല്ലോ. എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. 100 ദിവസം നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് എയർപോർട്ടിൽ വെച്ച് പറയാ, നിങ്ങൾ സങ്കടമൊക്കെ അഭിനയിക്കാന്ന് എനിക്കറിയാം, 100 ദിവസം അടിച്ചു പൊളിക്കാല്ലോ. ഇപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരിക്കേണ്ടത് നമ്മുടെ കണ്ടന്റ് പഴയതുപോലെയല്ല. ഇത്തവണ വന്ന ദിവസം തന്നെ ആളുകള് ഭയങ്കര വെപ്രാളത്തില് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വെപ്രാളം നമുക്ക് എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം കണ്ടന്റ് ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ് ഫസ്റ്റ് എവിക്ഷനിൽ ഔട്ട് ആക്കിയതും അല്ലെ. അപ്പൊ എന്ത് തോന്നുന്നു? ഹൗ ഡു യു സീ ഇറ്റ്? ഈ രതീഷ് അദ്ദേഹത്തിന്റെ എവിക്ഷനെ എങ്ങനെ കാണുന്നു? അതെ, അപ്പൊ ആള് പുറത്തു വന്നല്ലോ എവിക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ ആള് തൃശ്ശൂർക്കാരനാണ്, ഞങ്ങൾക്ക് ഏകദേശം അടുത്തടുത്തുള്ള നാട്ടുകാരായിരിക്കും. അപ്പൊ ഈ മാരത്തോൺ ഓട്ടാന്ന് രതീഷിന് മനസ്സിലായില്ല. രതീഷ് 100 മീറ്റർ ആണെന്ന് വിചാരിച്ച് ഓടി. പാവം നല്ല ഓട്ടക്കാരനായിരുന്നു. ആ 100 മീറ്റർ നല്ല ഏറ്റവും ഫസ്റ്റ് ഓടിയെത്തി. പക്ഷെ അപ്പോഴേക്കും അത് തളർന്നു വീണുപോയി. അതാണ് സംഭവിച്ചത്. പക്ഷെ എന്തായാലും പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല. എനിക്ക് എന്റെ അത് നമുക്ക് ഇനിയിപ്പോ തൃശ്ശൂര് പോകണല്ലോ. തൃശ്ശൂര് പോകുമ്പോ അപ്പുറത്തുള്ള ആള് ഒന്ന് വടക്കുറയെന്നുള്ള പേടിയുണ്ടല്ലേ? സത്യം പറഞ്ഞോ? അതൊന്നുമല്ല. ഇപ്പൊ ഞാനൊരു ഷോ പ്രൊഡ്യൂസർ ആണെങ്കിൽ എനിക്ക് ഇത്തരം നമ്മള് പറയുമല്ലോ. ഇപ്പൊ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അപ്സര ബിഗ് ബോസിന് പറ്റിയൊരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം അവിടുത്തെ ടാസ്കിനായാലും പെർഫോമൻസിനായാലും ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാത്തിനും ആ ഒരു ആപ്റ്റാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഷോയുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഷോ ഉണ്ടാക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ രതീഷ് നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അമിതമായി പെർഫോം ചെയ്തുകൊണ്ടായിരിക്കും പുറത്തുള്ള പ്രേക്ഷകർക്ക് തോന്നി. അമിതമായി പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം കുറെ വെറുപ്പിച്ചു പോലെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ റിയാക്ട് ചെയ്തതിന്റെ പുറത്താണ് ആ എവിക്ഷനിൽ പുറത്തായത്. അതല്ലെങ്കിൽ അയാള് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറോ ഡയറക്ടറെ കണ്ണെ കൂടെ നോക്കുമ്പോൾ അയാൾ നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല പാട്ട്, ആ ജയിലിലൊക്കെ കിടക്കുന്ന സമയങ്ങളൊക്കെ നല്ല, ഞാൻ ലൈവ് അങ്ങനെ എപ്പോഴും കാണുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ രാത്രിയൊക്കെ കാണുമ്പോൾ ആ ജിൻഡോയും അങ്ങേരും കൂടി ജയിലിലേക്ക് കിടക്കുന്ന സമയത്ത്, ജയിലിൽ കിടന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയത് രതീഷിനായിരുന്നു. ഒരു പക്ഷെ ഈ എവിക്ഷനിലെ ആയില്ലായിരുന്നെങ്കിൽ ഈ ആഴ്ചയൊക്കെ വരുമ്പോഴേക്കും കുറെ കൂടി ആയനെ ഒന്ന് മയപ്പെട്ട് വന്നായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പോയല്ലോ. ഇപ്പോഴും എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ പറയണ്ടല്ലോ രതീഷിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. രതീഷ് ചൊറിയനാണ്, രതീഷ് ഭയങ്കര ശല്യക്കാരനാണെന്ന് പറഞ്ഞ അതേ ആൾക്കാർ ഇപ്പൊ തിരിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാള് എന്നാണ്. പിന്നെ ഒരു ശുദ്ധൻ തന്നെയാണ്. പിന്നെ ഷോയ്ക്ക് വേണ്ടി ഒരു ഷോ ഇറക്കിയപ്പോ അത് ശോകമായി പോയെന്ന് മാത്രം. ഷോ ആയില്ല. അത് കൊള്ളായിരുന്നു. ഷോയ്ക്ക് വേണ്ടി ഷോ ഇറക്കിയപ്പോ അത് ശോകമായി പോയി. ശോകമായി പോയി. അതാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോ ഒരുപാട് സമയം നമുക്ക് വേണ്ടി ചെലവിട്ടു. അമ്മയെ ഇതിനായിട്ട് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അങ്ങ് നന്ദിയോട് പാലോട് നിന്ന് വിളിച്ചു കൊണ്ടുവന്നതാണല്ലേ ചേട്ടൻ? അതാണ് അമ്മ മോളെ പറ്റിയിട്ട് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന അമ്മയ്ക്കാണല്ലോ ഉറപ്പായിട്ടും. അതെ, എന്തായാലും അമ്മ പറയുന്ന അത്ര നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്സര ജനിക്കുന്നതിന് മുമ്പേ അപ്സരയെ മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങിയ ആളാണ് അമ്മ. എന്തായാലും സ്വന്തം കുഞ്ഞിന് അമ്മയുടെ അത്ര വരുന്ന, ഇപ്പൊ എനിക്കും എൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു റിലേഷൻ
ആ ഒരു ബോണ്ട് വേറെ ആരായിട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷെ മക്കളുണ്ടാവുമ്പോൾ ഉണ്ടാവും, ഭാര്യയായിട്ട് സ്നേഹം അടുപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊരു വല്ലാത്തതല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് ഏറ്റവും പറയാൻ കറക്റ്റ് അമ്മയാണ്. അമ്മ ചോദിച്ചു വരണോ എന്ന് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു വരണം. വരികയും ചെയ്തു, അമ്മ വളരെ കാര്യമായി നമുക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. അമ്മ പറഞ്ഞില്ല, അമ്മ KPSCയിലെ ഒരുപാട് നാടകങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ. അമ്മയ്ക്ക് എവിടെ അമേരിക്കയിലേക്ക് നാടകം കളിക്കാൻ പോവാൻ 6 ദിവസം ഉള്ളപ്പോഴാണ് പിന്നെ എനിക്ക് പോകാൻ ആ പറ്റാ. നാടകം വേണ്ട, ഇനി ജീവിതത്തിൽ നാടകം വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പോവാതെ അപ്പം ഇതിനിടയ്ക്ക് മദ്രാസ്, ബോംബെ, ബാംഗ്ലൂര് ഇതൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ലോകം പോയി നാടകം കളിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കലാകാരി ഒരു കല നിർത്തുമ്പോ ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്നും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, സ്റ്റേജിൽ വെച്ച് മരിക്കാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കലാകാരന് റിട്ടയർമെന്റ് ഇല്ല. പക്ഷെ ചില ആളുകൾക്ക്, ചില പ്രത്യേകിച്ച് നടിമാർക്കൊക്കെ വിവാഹം കഴിക്കുന്നതോടുകൂടി റിട്ടയർ എടുക്കേണ്ടി വരും, VRS എടുത്ത് പോകേണ്ടി വരും. പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹമാണ് അപ്സരയിൽ കൂടെ വന്നത്. അപ്പൊ അപ്സര ബിഗ് ബോസ് മാത്രമല്ല, ഇനിയും വേറെ ഷോ, സീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നങ്ങൾ എന്റെ മക്കളിലൂടെ തിരിച്ചു പിടിക്കുന്നു. അതിനൊരു ഭാഗ്യം വേണം. പിന്നെ വേണ്ടേ? വല്ല ഡോക്ടറോ നേഴ്സായി പോയെങ്കിലോ, ആർമി ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലോ കപ്പും കൊണ്ട് വരാൻ പറ്റുമോ? ഗണ്ണും കൊണ്ടല്ലേ വരിക. എന്റെ ഇഷ്ടം അതായിരുന്നു. എനിക്ക് അവളെ പഠിപ്പിച്ചൊരു ഉദ്യോഗസ്ഥയാക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ അഭിപ്രായം. അതിനുവേണ്ടി അവൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സീരിയലിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് വന്നപ്പോൾ ഞാൻ വിട്ടില്ല. എന്നിട്ട് ഞാൻ അറിയാതെയാണ് അവള് ഫോട്ടോ അയച്ചു. അപ്പൊ അവളെ ഇഷ്ടപ്പെട്ട അമ്മയാണ്. അമ്മ സീരിയലാണ് ഫസ്റ്റില് സ്റ്റാർട്ടിങ്. എന്റെ അമ്മേനെ കണ്ടോ അമ്മ സീരിയലാണ് ഏഷ്യാനിൽ തന്നെ ഉള്ള ഫസ്റ്റിൽ വിളിക്കുന്നത്. അമ്മ സീരിയലാണ് സ്റ്റാർട്ടിങ്ങൾ പോണത്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, കാരണം അവളെ പഠിപ്പിക്കുക, അവൾക്ക് ഒരു ഉദ്യോഗം വാങ്ങിക്കൊടുക്കണം, ഇതൊക്കെയായിരുന്നു എന്റെ. പക്ഷെ വരാനുള്ളത് വഴിയെ തങ്ങില്ല. അപ്സരക്ക് ഇപ്പൊ ഗവൺമെന്റ് സർവീസിൽ കയറാൻ നിൽക്കാണ്. 1-2 വർഷത്തിനുള്ളിൽ LD ക്ലർക്കായിട്ട് അപ്സര ജോയിൻ ചെയ്യും. അപ്പൊ അതുവരെയുള്ള അതിനുള്ളിൽ ഞാൻ എന്റേതായിട്ടുള്ള അപ്സരയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ ഉർവശിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. ടെലിവിഷൻ രംഗത്തെ ഉർവശി എന്നാണ് അപ്സരനെ ചില ആൾക്കാർക്ക് തമാശക്കും വിളിക്കുക. ഉർവശി ഇതുപോലെ കോമഡിയും ചെയ്യും, എല്ലാത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യും. ഞങ്ങൾ ഈ ടെലിവിഷന്റെ പുറകെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നതാണ് മലയാള ടെലിവിഷൻ രംഗത്ത് ഉർവശിയാണ് അപ്സര എന്നാണ് പറയാ. തമാശയായിട്ടും കാര്യമായിട്ടൊക്കെ പറയാം. അപ്സരയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ ഉർവശിയോ ശോഭനയൊക്കെ ചെയ്ത പോലെ ഒരു കഥാപാത്രമെങ്കിലും സിനിമയിൽ ചെയ്തിട്ട് പോകണമെന്നാണ്. ഞാൻ ചോദിച്ചു, ബിഗ് ബോസ് പോകണം എന്താണെന്ന് എനിക്ക് ഇത്ര വാശി? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ. അപ്പൊ ബിഗ് ബോസിൽ പോയാൽ അതിലേക്കുള്ള ദൂരം കുറച്ചുകൂടി അടുക്കും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്സരയുടെ ആഗ്രഹം. അതാണ് അപ്സരയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അവൾക്കൊരു നടി എന്നുള്ള നിലയിൽ, ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ നല്ല കഥാപാത്രം കിട്ടട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ ഒരു കലാകാരന്റെ ആഗ്രഹം എന്നും കലാകാരനായിട്ട് ജീവിക്കാനാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട്ടിൽ അരി മേടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. ഒരാളുകൾക്ക് ഓരോ പാഷൻ ഉണ്ടാവുമല്ലോ, ആ പാഷൻ അപ്സര കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിനുവേണ്ടി എന്ത് ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ബിഗ് ബോസിലെ ഫൈനൽ ലിസ്റ്റിൽ ഉറപ്പായിട്ട് അപ്സര ഉണ്ടാവും. അതിനെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. അതെ, ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ. അപ്പം ഇനിയും ഇതുപോലുള്ള വലിയ വലിയ ഹെർക്കുലിയൻ ടാസ്കുകളൊക്കെ ഉണ്ടാകും. അപ്പൊ രണ്ടുപേരും വിഷമിക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക. കൂടുതൽ ശക്തമായിട്ട് അപ്സര ചെയ്യട്ടെ, അപ്സര പ്രതികരിക്കട്ടെ. ഇത് മാത്രമല്ല, നിങ്ങളുടേതും പ്രേക്ഷകരുടേതും എല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥനയും എന്റെ കുഞ്ഞിന് വേണം. ഉറപ്പായും. അപ്പൊ അപ്സര അർഹിക്കുന്ന എല്ലാ വിജയങ്ങളും അപ്സരയ്ക്ക് ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും വീണ്ടും കപ്പൊക്കെ ആയിട്ട് വന്നതിന് ശേഷം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.